കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച നിലയിൽ ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത്. 2016 പോക്സോ കേസിൽ ഈ മാസമാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തുണ്ട്. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് വിവരങ്ങളുമായി. അരുൺ, പറയൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിക്ക് മുൻപിലാണ്. ഈ പോക്സോ കേസിലെ പ്രതി, അതായത് ദേളി സ്വദേശി മുബഷീർ മരിച്ചത് ഇന്ന് രാവിലെയാണ്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് മുബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേ മരിച്ചതെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. 2016 കേസാണ്. 2016 കേസ് അദ്ദേഹം വിദേശത്തായിരുന്നു. പിന്നീട് 2 മാസം മുൻപ് ഇവിടേക്ക് നാട്ടിലേക്ക് എത്തി. 3 ആഴ്ച മുൻപ് പോലീസ് ഈ സംഭവം അറിയുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഇന്നിപ്പോൾ മരണം സ്ഥിരീകരിച്ചു. ഈ ബന്ധുക്കൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇയാൾക്ക് മർദ്ദനമേറ്റു എന്നുള്ളതാണ്. മുബഷീറിന് ജയിലിൽ വെച്ച് മർദ്ദനമേറ്റതായ ഒരു സംശയം പറയുന്നുണ്ട്. ഒപ്പം പോലീസും മർദ്ദിച്ചു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തണം, വിശദമായ അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നിരുന്നു. ഇപ്പോൾ എന്നെ നെല്ലിക്കുന്ന MLA ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. MLA, ബന്ധുക്കളുടെ ആവശ്യം മർദ്ദനമേറ്റു എന്ന ഒരു സംശയം ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ബോഡി ഇപ്പോൾ പെരിയാരത്തേക്ക് മാറ്റും. ഇപ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യപ്രകാരമാണ് നമ്മുടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ പെരിയാരത്തേക്ക് മാറ്റുന്നത്. അവിടെ 4-5 ഡോക്ടർമാരുടെ സംഘമടങ്ങുന്ന ടീം പോസ്റ്റ്മോർട്ടം ചെയ്യും. ആ റിപ്പോർട്ടിന് നമുക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരൊക്കെ പറയുന്നത്, ഇപ്പോൾ ഈ മരണപ്പെട്ട മുബഷീറിൻ്റെ ഉമ്മ ഇന്നലെയോ 2 ദിവസം മുമ്പ് സബ് ജയിലിൽ പോയി അയാളെ സന്ദർശിച്ചിരുന്നു. ഇന്നലെയും പോയിരുന്നു ബന്ധുക്കൾ. ആ ബന്ധുക്കളോടും ഉമ്മയോടൊക്കെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ജയിലിൽ വളരെയധികം പ്രയാസം നേരിടേണ്ടി വരുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പലരും എന്നെ അടിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇതുവരെ ഒരു രോഗത്തിനും മരുന്ന് കഴിക്കാത്ത ആളാണ്, എന്നെ നിർബന്ധിച്ച് ഗുളിക കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുബഷീർ ഉമ്മയോടും കുടുംബത്തോടും പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ വളരെയധികം ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. RDO തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് അവരുടേതായ അന്വേഷണം പോലീസിൻ്റെ വഴിക്കും നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നാലേ നമുക്ക് എന്താണ് വസ്തുതകളെന്ന് പറയാൻ സാധിക്കുള്ളൂ. MLA സൂചിപ്പിച്ചതുപോലെ തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. വിശദമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്. മൃതദേഹം ഇന്നിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.